4 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൂട്ടാൻ വെക്കാനൊക്കെ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ മുൻകൂട്ടി ഞങ്ങൾ ഒഴിവാക്കിയത് നിങ്ങള് ഇത് കൊറേ വന്ന കമന്റ് ആണ്, നിങ്ങൾ ആപ്പാപ്പി നമ്മി തെറ്റാണ്, ഷംനക്ക് വലിയ അതാണല്ലോ, ചെന്നെയാണ് തിന്നണത്. നല്ല ചേക്ക് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കൊണ്ടുപോയി എന്താ തല തല്ലിച്ച്, അല്ല ഞാൻ എന്താ കാട്ടുക. അല്ല രണ്ടാപ്പാപ്പാരെ നന്നാക്കി കൂടെ? അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കാലം ഞങ്ങളിപ്പോ നടന്നിട്ട് ഞങ്ങള് വിളിച്ചാൽ ഓലൊറ്റക്ക് നോമ്പുറന്ന ഞങ്ങള് പൂക്കോട്ട് പടക്കാരും തെറ്റുണ്ടോ? അതിക്ക് ഇനി എന്തേലും പറയാണ്ടോ? അതന്നെ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്തിനാ വന്നിക്കണെന്ന് വിചാരിച്ചാല് കമന്റ് റിയാക്ഷന് വരികയാണ്. അങ്ങനെ പൊട്ടി തുടച്ച അങ്ങനെയൊന്നല്ല, ഫാമിലിന്റെ ഒരു വീഡിയോന്റെ ചോട്ടില് കൊറേ കമന്റ്, അതന്നെയുള്ളു കമന്റ്. അപ്പൊ അതിന് റിപ്ലൈ തരാ വിചാരിച്ചു. ഞങ്ങളിപ്പോ 2 ദിവസം വീഡിയോ ഇട്ടപ്പോഴും ഇങ്ങനെ ഓരോന്ന് അതും ഇതൊക്കെ പറയാണ്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു നോമ്പായിട്ട് വേണ്ട, പോട്ടെ പറഞ്ഞു. എലിയാ ചെറിയാപ്പൂനോട് പറഞ്ഞ ചെറിയാപ്പൂ റിപ്ലൈ കൊടുത്ത്. അപ്പൊ റിപ്ലൈ ആയിട്ട് ഞങ്ങൾക്ക് എതിരാണ് പിന്നെയും കമന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് വാട്സപ്പ് വല്ലതാണെങ്കിൽ നമുക്ക് വോയിസ് അയക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് ഓടിയോ വിളിച്ചാലും മനസ്സിലാക്കാം. ഇതിപ്പോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇത് വീഡിയോ എടുത്തിട്ട് അതിലായിരിക്കും. അപ്പൊ ഇതൊക്കെ കോപ്പി റൈറ്റ് വരും. വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതിൽ ചെറിയപ്പോ പറഞ്ഞു റിപ്ലൈ കൊടുക്കണ്ടെന്ന്, നമുക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയും. പ്രശ്നം എന്ന് പറയാന് എന്താന്ന് വെച്ചാല് കമന്റ് നമുക്ക് ആദ്യം പറയാം അല്ലേ? ഷംനക്ക് വലിയ നാക്കാണല്ലോ. ഉപ്പാനെ എളാപ്പാനെയും ഒന്ന് തെറ്റ് നന്നാക്കി കൂടെ ഈ പുണ്യമാസത്തിൽ. ഈ പുണ്യമാസത്തിൽ കുത്തിരുന്നിട്ടാണ് ഞങ്ങള് പറയണത്. ഞങ്ങള് പോലും തെറ്റാണെങ്കിൽ യാതൊരു തെറ്റൊന്നുമില്ല കേട്ടോ, നമുക്ക് നന്നാക്കാം. പിന്നെ ഇച്ച് വലിയ നാക്കറിയാന് ഞാൻ കുടുംബ പ്രശ്നത്തിലോ നാട്ടുകാരുടെ പ്രശ്നത്തിന് ഞാൻ കയറി ഇടപെടലില്ല. വീഡിയോയിൽ എന്തെങ്കിലും പറയാനല്ലാതെ അല്ലാതെ നമ്മള് വേറെ നമ്മളിപ്പോ വലിയ ആളാണ്, ഞാൻ വലിയ ആളാണ് നമ്മളതില് ഓളി വർത്താനം പറയുള്ളൂ, വേറെ ഉള്ളവരോട് പോയി അങ്ങനെ വർത്താനം പറയില്ല. പിന്നെ എന്നാല് ഓള് തമ്മിൽ അത്ര വലിയ പ്രശ്നമല്ല. എന്താ പറയാ, അടുത്ത കമന്റ് അത്. അപ്പൊ അതാണ് നമ്മളിടയില് ഫസ്റ്റ് വെച്ചാണ് ശമനക്കയില് നാക്കാണല്ലോ, ഓല നന്നാക്കി കൂടെ വെച്ചാണ്. ഞമ്മക്ക് അങ്ങനെ ഒരു ഇത് ഞമ്മക്കില്ല, പ്രശ്നം എന്ന് പറയാനില്ല. പിന്നെ അറിയുന്നത് നമ്മളിട്ട വീഡിയോന്റെ അടിയിൽ ഒരു വന്ന കമന്റ് കേട്ടോ. അതെന്താ നിങ്ങൾ ഫസൽ ഫാമിലിന്റെ നോമ്പ് ഇല്ലാതെ ഇരുന്നത്, ആപ്പാപ്പ ഫാമിലി ഉണ്ടല്ലോ, നിങ്ങൾ പോവാത്തത് എന്തോ ചോദിച്ചു. അപ്പൊ കാരണം എന്ന് പറഞ്ഞാല് ഓല് പെട്ടെന്ന് വന്നത്. അപ്പൊ ഞാൻ കമന്റ് കൊടുത്തു ഓല് പെട്ടെന്ന് വന്നതേനീന്ന്. അപ്പൊ അതിനൊരു റിപ്ലൈ എത്തി, പെട്ടെന്ന് വന്ന ആൾക്കാര് അവര് നോമ്പ് തുറ എല്ലാ സാധനങ്ങളും ആക്കിയല്ലോ, നിങ്ങള് എന്തിനും അവരെ വിളിച്ചാൽ ഓടി വരണല്ലേ, എത്ര പെട്ടെന്ന് വരുന്നത് എന്താന്നൊക്കെ ചോദിച്ചിട്ടാണ് അയച്ചത്. കാരണം എന്താ വെച്ചാല് 4 മണി 4:30 ഒരു പണി തുടങ്ങിക്കണം. 1 മണി ഇവര് വന്നിട്ട് അമ്മായി ഓൾ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത്. കാരണം ഇവര് അറിഞ്ഞിട്ടില്ല ഞങ്ങള് വരുന്നുണ്ട്, അമ്മായി നോമ്പുറക്കാന്ന് പറഞ്ഞ് വന്നതാണ്. അതേപോലെ ഞമ്മക്കൊരു തുറവി ഉണ്ടാക്കണം പറഞ്ഞ് നിക്കേനി ഏതായാലും. പക്ഷെ ഓല് പെട്ടെന്ന് വന്നോണ്ട് ഓല് തുറപ്പിച്ചു. നമ്മക്ക് ഇൻഷാല്ലാ അത് ഓല് വിചാരിച്ചിട്ടേ ഇല്ല. അന്ന് തലേന്ന് വീഡിയോ എടുക്കാൻ വന്ന് പിന്നെ അവിടെ പോയിട്ട് അമ്മായി ഇങ്ങോട്ട് വിളിച്ചേരി പൂക്കോട്ടും പടക്കാര് വരുന്നുണ്ടോലോ എന്ന് പറഞ്ഞു. അതിൽ ചോദിച്ചാൽ എന്താ അമ്മായി ഉണ്ടാക്കിയേക്കണ് പത്തിരി ഉണ്ടാക്കിയേക്കണ ഇടയിലേ, പത്തിരി ഉണ്ടാക്കിയേക്കണ് എന്താ അറിയില്ല, ഇനി കുട്ടികളൊക്കെ വന്ന് തീരുമാനിച്ചിട്ടേന്ന് പറഞ്ഞു. അപ്പൊ ഓല വീഡിയോ എടുക്കുന്നോണ്ട് അമ്മായിക്ക് ഓല് വന്നാലേ ബാക്കിയുള്ള ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കൽ ഇറക്കുള്ളൂ. അപ്പം ഇവിടുത്തെ തുറവി എന്ന് പറഞ്ഞ അത് പിന്നെ പറയാം, അതാണ് കഴിഞ്ഞില്ല മറുപടി കേട്ടോ. പിന്നെ അപ്പൊ അതിലൊരാൾ പറഞ്ഞിട്ട് അവരെ വിളിച്ചിട്ടുണ്ടാവില്ല, മേ ബി ക്രേസി ഫാമിലി സെപ്പറേറ്റ് ആക്കാനും വിളിക്കുക. ഒരു നോമ്പ് തുറ പരിപാടി തറവാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും കാലമായിട്ട് ഇവിടെയാണ് ഉണ്ടാക്കല്. അപ്പൊ ആദ്യമായിട്ട് ഇല്ല നോമ്പ് തുറവി ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് മടക്കാര് നോമ്പ് തുറവിക്ക് അങ്ങോട്ട് പോണത്, ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള മറുപടിയായി. പിന്നെ എല്ലാം നമ്മളിവിടെ ഓൾക്ക് വേണ്ടി ഉണ്ടാക്കില്ല. പെരുന്നാളായിക്കോട്ടെ, ഓല് പെരുന്നാളിന്റെ അവിടെ പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് അനുമോട്ടനും ഇങ്ങോട്ടാ വരും. ഇവിടെ ചോറൊക്കെ വെച്ച് ഓല് വന്നിട്ട് നമ്മള് ചോറുന്നല്. തറവാട്ടിൽ നമ്മൾ ഇറങ്ങിയ മുതൽ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. ഇൻഷാല്ലാ അങ്ങനെ തന്നെ ഇക്കാരം. അതേപോലെ തന്നെ നോലുമ്പ് ഉണ്ടെങ്കിൽ നോലുമ്പ് തുറവി ഉണ്ടാക്കില്ല നമ്മൾ ഇവിടെ തന്നെയാണ് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കില്ല. അവിടെ നോമ്പ് തുറവി ഇപ്പൊ വീഡിയോ കാര്യമൊക്കെ ആയിട്ടാണ് നോമ്പ് തുറവി എന്നുള്ളൊരു കണ്ടന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോമ്പ് തുറവി തറവാട്ടിൽ ഉണ്ടാവില്ല. കാരണം നമ്മള് ഇപ്പോഴാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യല് തുടങ്ങി. ഇപ്പൊ നോമ്പ് തോൽവിയായാലും ഇനി പെരുന്നാൾ ഓല് കുട്ടികളെ അന്ന് നിങ്ങൾക്ക് അറിയാം, ഓല് കുട്ടികളെ ബുദ്ധിമുട്ടും കാര്യമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ നമ്മൾ ഇല്ലത് വെച്ച് നമ്മൾ ഓരോ വിളിച്ചില്ല, നമ്മൾ വട്ടം കൂടി ചിരിച്ച് കളിച്ച് തിന്നു പോകും.
പിന്നെ കുറെ കമന്റ് കണ്ടു, ഇവരുടെ എളാപ്പയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ. അവര് അതിന് റിപ്ലൈ തന്നില്ലേ, ഒരു പ്രോബ്ലവും ഇല്ല എന്ന്. ഇനി അഥവാ അവര് തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവരത് പബ്ലിക്കായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല രീതിയിൽ നമുക്ക് കമന്റ് ഇട്ടാണ്. പക്ഷെ നമ്മള് പടച്ച റബ്ബാണ് സത്യം, നോമ്പ് നോറ്റിരുന്നു പറയാണ് ഞങ്ങള് ഓലും തമ്മില് കച്ചറ കൂടെ. എമ്മയും കുഞ്ഞാമ്മയ്ക്കോട്ടെ ഒരു കച്ചറ ഉണ്ടായിട്ടില്ല, ഞങ്ങളും കുട്ടികളൊരു കച്ചറ ഉണ്ടായിട്ടില്ല, ആപ്പാക്ക് ഇപ്പൊ ഒരു കച്ചറ ഉണ്ടായിട്ടില്ല. ഈ കുഞ്ഞാമ്മ പക്ഷെ എന്താ വെച്ചാല് ഓല് ചെറുപ്പം മുതലേ ഓല് അവിടെയാണ്. അപ്പൊ നമ്മള് തമ്മിൽ അറ്റാച്ച് കുറഞ്ഞ് ഇനി ഓല് അവിടെ എന്ത് പരിപാടി ഉണ്ടല്ലോ ഓല് ഉമ്മമാനെ വിളിച്ചുള്ളൂ, അപ്പൊ ഉമ്മമ്മ പോകും. അങ്ങനെ നമ്മള് പിന്നെ അങ്ങനെ ഇതായി. പിന്നെ ഓല് എപ്പോഴേലും വരും, നമ്മള് കൊറേ വീഡിയോസിൽ വന്നേക്കണേ. പിന്നെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുഞ്ഞാമ്മ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അമ്മായിന്റെയും മാമാന്റെയും കമ്പനിയാണ്. ഇവിടുത്തെ ഓല് നാത്തൂന് കളിച്ചല്ലേ. ഓലടിയിൽ ഇന്നേ വരെ ഒരു കച്ചറയോ കാര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ കുഞ്ഞാമ്മ ഇന്നിന്ന് അറിയുന്നത് ഇന്നേ വരെ അല്ലേ ഒരു വാക്കോണ്ട് ഓല് തമ്മിൽ കച്ചറ ഉണ്ടായിട്ടില്ല. കുട്ടികളെ കാണാൻ പോയിക്കണ്. ഇപ്പൊ അവിടുത്തെ മകൾ പെറ്റെടുക്കണം, ഓളൊപ്പാണ്. ഓല് ഇങ്ങോട്ട് വന്നിക്കണ്. അത് നമ്മള് വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഓൾക്ക് വീഡിയോക്ക് വരാൻ ഇഷ്ടമല്ല. അന്ന് വീഡിയോക്ക് താല്പര്യപ്പെടുന്നത് ഓള് പെറ്റെടുക്കണോണ്ട് സനുവിന് ഞങ്ങള് പ്രസവിച്ചത് ഓള് കുട്ടീനെ സൂചിയൊക്കെ നന്നാണ്. ഞാനും ഉമ്മയും കാണാൻ പോയിക്കണ്. ഡ്രസ്സും കാര്യം ബൂസ്റ്റ് പോളിച്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ പറയേണ്ട കിളികളൊന്നും ആലോചിച്ചു കേട്ടോ. നല്ല സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ പോയി ആപ്പാക്ക് വീഡിയോ കോൾ വിളിച്ച് ഞാനും ഉമ്മയും വണ്ടിമ്മ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പായാത്തേന്ന് വെച്ചാൽ ഇപ്പൊ നോമ്പ് നോറ്റിട്ട് ഒരു വൈക്ക് ഇപ്പൊ വരുന്നില്ല. ഇനിയിപ്പോ തറവാട്ടിൽ തുറവിണ്ട്, ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇച്ച് കഴിയൂല, ഞാൻ ഇല്ല നോമ്പ് പോയിട്ടോണ്ട് ഇച്ച് കഴിയൂലെന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇപ്പാനിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റൂല. അപ്പൊ അതൊക്കെ ഞങ്ങൾ എങ്ങോട്ടും പോകും. ഇമ്മാന്റെ കുട്ടികളെ കല്യാണം ഞങ്ങള് ഇപ്പൊ നമ്മക്ക് കൊറേ പരിപാടികളുണ്ട്, നമ്മള് പോക്കില്ല. പിന്നെ ചെറിയാപ്പ് ഇല്ലാത്തോണ്ട് ഞാൻ പോക്കില്ല, ഓക്ക് പള്ളിയിലായതുകൊണ്ട് ഓള് പോക്കില്ല. അപ്പൊ ഞങ്ങൾ ഈ ഫാമിലി ഉണ്ടാവില്ല. പിന്നെ കാണാൻ അനുവിനും വണ്ടിയുണ്ട്, മോണ്ടനും വണ്ടിയുണ്ട്, ഓല അങ്ങനെ ഓല അമ്മായിനും കയറ്റി പോക്കാണ്. അതാണ് ഒന്നാമത് പ്രശ്നം. പിന്നെ പറയണത് ഷംനിയുടെ ഫാമിലി ഇവരെ വീട്ടിൽ പോകുന്നതൊന്നും കാണാറില്ല, അതുപോലെ ഇവരെ അങ്ങോട്ട് പോയതൊന്നും കാണാറില്ല. അതുകൊണ്ട് ചോദിച്ചതാട്ടോ. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ പോക്കുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അത്രക്ക് ഇതാണെങ്കിൽ ഞങ്ങൾ പറയുന്ന നോണയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് ചെയ്തൊരു പ്രാങ്ക് ഉണ്ട്. സെറ്റിനെ കാണുന്ന യൂട്യൂബ് ചാനലിൽ പോയി എന്നൊരു പ്രാങ്കില് ഒരു 20 ചില്ലാനം 50 ചില്ലാനം മിനിറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താല് അതിനെ നൂഡിൽസ് അല്ല പ്രാങ്കില്, യൂട്യൂബിന്റെ പ്രാങ്കില്. അപ്പൊ 50 ചില്ലാനം മിനിറ്റില് ഓല് പെരിയെന്നാണ് ഓല് ഇവിടുന്ന് ഇറങ്ങി പോണത്. ഉമ്മമ്മ ഇവിടുന്നാണ് ഓലെ കാറിൽ കയറുന്നത്. പറ്റുകയാണെങ്കിൽ ഞാൻ ഈ ക്ലിപ്പ് അവിടെ ആഡ് ചെയ്യട്ടോ. അപ്പൊ ഞങ്ങൾ അത്ര കച്ചറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പാന് ഞങ്ങൾ എല്ലാരും ചിരിച്ച് കളിച്ചില്ലേ ആ കുട്ടീനെ ഞങ്ങളൊക്കെ എടുത്ത് ഇതാക്കിയിട്ട് ഓല് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഓല് ഇവിടുന്ന് ഇറങ്ങിയോ ഓല് ഇങ്ങോട്ട് വരുന്നല്ല. പക്ഷെ അന്ന് ആ വീഡിയോന്റെ ലാസ്റ്റ് അതായിപ്പോയി, കാണുന്നില്ല, ഓല് ചെക്ക് ചെയ്യട്ടോ. പിന്നെ ഇത് ഏതാ കുടുംബം, ഇവരെ ആദ്യമായിട്ട് കാണുകയാണോ, കാണുകയാണല്ലോ എപ്പോഴും വീട്ടിൽ വരുന്നവരെ നോമ്പ് തുറക്കാൻ വിളിക്കാതെ ഇവരെ മാത്രം വിളിക്കുന്നത് എന്തൊരു വശപ്പിശക്ക് മണക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാല് ഞങ്ങള് പറഞ്ഞില്ലേ ഒരാള് പെട്ടെന്ന് ഞങ്ങള് വരുന്നുണ്ട് കേട്ടോ പറഞ്ഞാല് അവിടെ നോമ്പുറക്ക് എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കണം, അതേപോലെ കാട്ടിട്ടുള്ളൂ, അതുപോലെ വ്ളോഗാക്കി എടുത്തു, അല്ലാതെ ഒന്നുമില്ല. പിന്നെ ഇവർ കൂടുന്ന പരിപാടിക്ക് ഒന്നും ആപ്പാപ്പാരെ വീട്ടുകാരെ വിളിക്കാറില്ല. അപ്പൊ ഇവർ തമ്മിൽ എന്തോ തോന്നുന്നുണ്ട്. രണ്ട് ഫാമിലിയായിട്ട് ഫസൽ ഫാമിലിക്ക് കൂട്ടുണ്ട്, ബട്ട് ഈ ആപ്പാപ്പമാര് പരസ്പരം കാണലില്ല. ആപ്പാപ്പ ഗൾഫിലാണ്. അപ്പൊ ഇച്ചു തോന്നി ഈ പറയുന്നവർക്ക് ഞങ്ങൾ അടിച്ചു പിരിയാന്ന് പറഞ്ഞ് ഞങ്ങളൊന്നുമില്ല. കാരണം ഇപ്പൊ എന്താ പറയാ വമ്പ ഫസ്മിന മറ്റേ സുസാഫ മെഹനു ലല്ലു മറ്റൂല് അന്ന് ഭയങ്കര ചർച്ച നടക്കാണ്. ഈ കുടുംബ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല അതിന് ഭയങ്കര ഡോക്ടർ കൊടുത്തേക്കണ്. നിങ്ങൾ അതും ഇതൊന്നും പറയണേ, ഞങ്ങള് തമ്മിൽ യാതൊരു പ്രശ്നമില്ല നൂല് കൊടുത്തേക്കണം. പിന്നെ ഏതിനേന്റെ ലിമിറ്റ് ഇല്ലേ. പിന്നെ അടുത്ത കമന്റ് ഷംനിയുടെ ഫാമിലി ഇവരെ വീട്ടിൽ പോകുന്നതൊന്നും കാണാറില്ല, അതുപോലെ ഇവർ അങ്ങോട്ട് പോകുന്നതൊന്നും കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചത്. നമ്മളെ വ്ളോഗ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടുത്തെ ഫാമിലി അവിടുത്തെ ഫാമിലി അല്ലാത്ത ആരും. ഇപ്പൊ ഫസൽ ഫാമിലിന്റെ വീഡിയോ ചെക്ക് ചെയ്താൽ അറിയാം എത്ര ദിവസം മുന്നേ മുതലാണ് ആ പാപ്പാന്റെ ഫാമിലി യൂട്യൂബിൽ വിരവ് ഇറങ്ങിയത് നിങ്ങൾക്ക് ആലോചിച്ചാൽ. ഞങ്ങളില്ല ടൈമിലെ ഓലില്ല, കാരണം അന്ന് ഓൾക്ക് യൂട്യൂബ് പറ്റൂലേനി. ഇപ്പോഴാണ് ഓല് യൂട്യൂബ് എന്താ അങ്ങനെ ഏതാ, കാരണം ഓല് കെട്ടിച്ച കുടുംബത്തിന് കുറെ ആൾക്ക് പറ്റൂല കാരണം. അപ്പൊ നമുക്ക് പേടിയാണ്, കല്യാണം കഴിച്ചാൽ നമുക്കറിയാം നീക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആ പാപ്പാക്ക് യൂട്യൂബ് ഇഷ്ടമല്ല. അപ്പൊ ചിലപ്പോ ആപ്പാപ്പ യൂട്യൂബ് നോക്കൂല, അതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വീഡിയോസ് ഒക്കെ ഓല് കാണലുണ്ട്, നമുക്ക് മെസ്സേജ് അയക്കലുണ്ട്, ഇരിക്കലുണ്ട്, ഒക്കെ ഉണ്ട്. ഓളെ നമ്മള് കാണാൻ പോയിക്കണ്, അന്ന കുഞ്ഞാമി റിച്ചു ഇവിടെ കാണാൻ വന്നിക്കണ്, ഒക്കെ ഉണ്ട്. പിന്നെ ഷംനിനെ ഷിഫ്നിനെ വിളിച്ചൂടായിരുന്നോ? അത് നോമ്പ് തുറവി ഇൻഷാ അല്ലാഹ് തറവാട്ടത്തെ വല്ല നോമ്പ് തുറവി വരാണ്ട്
വമ്പ സെറ്റപ്പ് നോമ്പ് തുറവി നിങ്ങൾ കണ്ടോണ്ടി അതിന് ഞങ്ങളോട് നേരത്തെ കാലത്ത് ഞങ്ങളോട് പറഞ്ഞേക്കണേ. അപ്പൊ അത് അവിടെ ഒരു തറവാട്ടിൽ ഇതുവരെ ഒരു നോമ്പ് തുറവി നടന്നിട്ടില്ല. ഓല് വന്നോണ്ട് അതൊരു കണ്ടന്റ് ആക്കി എടുത്തു. അതേമാതിരി ഓൾക്ക് 5 ലക്ഷം ആയ ടൈമില് ഒരു അബ്ദുള്ളി മറ്റാ ചെങ്ങായും വന്നീന്. എന്നിട്ട് അമ്മായി എന്താട്ടി ഓൾക്ക് നെയ്ച്ചോറ് ഇതൊക്കെ കാട്ടി ലാസ്റ്റ് വ്ളോഗ് കണ്ടോൾക്കറിയാം. അതിന്റെ ലാസ്റ്റ് ആണ് ഇത് നടുക്ക് നിക്ക്. പിന്നെ അതാണ് അതിനുള്ള മറുപടി. പിന്നെ ഇവർ ഷംനിയുടെ വീട്ടിൽ എന്തേ നോമ്പ് തുറക്ക് വരാഞ്ഞത് എന്ന് വെച്ചാൽ നമ്മള് നിങ്ങൾക്ക് അറിയാക്കാലം ദുബായിൽ അബുദാബിയിൽ ഇപ്പൊ എന്താ പ്രശ്നം നടക്കണേന്ന് അറിയാക്കാലം. അപ്പൊ ഇമ്മ ഞമ്മള് 2 ദിവസം മുന്നേ നോമ്പ് തുറവി എന്നുള്ള പരിപാടി നടത്തണം എന്ന് വിചാരിച്ചു. അതിൽ ഇമ്മ ചോദിച്ചിട്ട് പറഞ്ഞ് മറ്റന്നാ ഞാൻ നോമ്പ് തുറവി വിചാരിച്ചിട്ട് ഷെഫീഖിന്റെ ഇത് കേട്ടിട്ട് എന്താണ് അവ സമാധാനല്ലേ നമുക്ക് ഈ നോമ്പ് തുറവി നടത്തണോന്ന് ചോദിച്ചു. ഇല്ലമ്മ ഉമ്മയാണ് ഇപ്പൊ ക്യാമറ എടുക്കണം ഉമ്മ ഈ വീഡിയോക്ക് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചിട്ട് നടത്തണം ഇങ്ങനെ പ്രശ്നം ഉണ്ട്. ഷെഫീഖിനെ കേട്ടിട്ട് നിങ്ങൾക്ക് അറിയാക്കാരം നമുക്കറിയാം നമ്മളവിടുത്തെ അവസ്ഥകൾ കാണുന്നില്ല വീഡിയോയിലേ കാണുള്ളൂ. അപ്പൊ ഷെഫീഖ് നിസ്സാരാണ്. ഇന്നലെ പണിയെടുക്കാൻ പോയപ്പോ ഓന് മേലെ മറ്റേ മിസൈല് പോയി എന്താ പറഞ്ഞിട്ട് കാര്യം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിൽ ഷെഫീഖ് വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു ഷെഫീഖ മാണ്ടടാ എനിക്ക് അവിടെ ഇങ്ങനെ പ്രശ്നവും കാര്യമൊക്കെ അല്ലേ നോമ്പ് തുറവി വേണ്ടാന്ന് പറഞ്ഞു. ഷെഫീഖ് മതിയാർക്ക് എല്ലാരും വിളിച്ച് നടത്തിക്കോളി പറഞ്ഞിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം ഇപ്പൊ ചെറിയക്കളെ നമുക്ക് വിളിച്ചാൻ പറ്റുള്ളൂ. പിന്നെ നമ്മള് വല്യമ്മ അതും നമുക്ക് എപ്പോഴും വിളിച്ചോണ്ട് ഓല് വിളിച്ചെന്നുള്ളൂ. അല്ലാതെ നമുക്ക് വലിയ എല്ലാരും വിളിച്ചു കൂട്ടില്ല. കാരണം എന്താ പറയാ നമ്മള് ഇപ്പൊ പറയാൻ കാരണം നമ്മള് വലിയ ആൾക്കാരായിട്ടൊന്നല്ലേ. നമ്മള് അന്ന് വെച്ച് ഞാൻ ഇപ്പൊ 10ാം ക്ലാസ് പഠിച്ചിട്ട് അന്ന് തറവാട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അന്ന് ആ ടൈമിൽ അനു മോണ്ടന് ആ 10 ഇന്റെ 10ാം ക്ലാസ് ആ ബേച്ച് ആ ടൈമിന്. അപ്പൊ നമ്മള് തറവാട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ പിറ്റേന്ന് നോമ്പ് തുറവ് ഉണ്ടാക്കണ അന്ന് മുതൽ നമ്മള് തറവാട്ടിൽ വിളിച്ച് അന്ന് ചെറിയ കുട്ടികളാണ് അവര്. അപ്പം ഇപ്പൊ അന്ന് ആ ഗൾഫിലായ ടൈമിൽ വിളിച്ച് നോമ്പ് തുറവിണ്ട് വരണട്ടോ വരും. ആ ഒരു വരവ് ഞങ്ങള് അന്നും ഇന്നും ഉണ്ട്. ഇത്രയും കാലമായിട്ട് ഒരു 10-15 കൊല്ലമായിട്ട് അത് നിന്നിട്ടില്ല. അത്രയും അങ്ങക്ക് ഇപ്പൊ നിങ്ങളോട് പറയാം. എല്ലാരും പെരിയുണ്ടല്ലോ ഒരു മരക്കള് ആ പെരിയത്തോല് അത്രേ കൂടുള്ളൂ. ഇത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാലം എങ്ങനെ വെച്ചാല് തറവാട്ടാര് അളിയാക്കാവുള്ളേനി. പിന്നെ ഓളമ്മക്ക് കൊണ്ടേ കൊടുക്കും ഇന്റെ അവസ്ഥമാക്കും കൊണ്ടേ കൊടുക്കും. സ്ഥലവും കാര്യങ്ങളും ഒന്നുമില്ല ഒക്കെ ചെറിയ ഇതാണല്ലോ. അപ്പൊ നമ്മള് കൊണ്ടേ കൊടുക്കുക എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. പിന്നെ വീഡിയോക്ക് വരാൻ ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മള് ചോറ് കൊണ്ടേ കൊടുക്കാറുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെ കൊണ്ടേ കൊടുത്താണ്. അതാണ് ഞങ്ങൾ ഓല നോമ്പ് തുറ ഈ പിന്നെ ആപ്പാപ്പാന്റെ ഓല് നോമ്പ് തുറവി ഓല് തുറവി ഉണ്ടാക്കുകയാണെങ്കിൽ ഓല അങ്ങനെ മരക്കള് പോലെ അങ്ങനെ തുറക്കും. ഇനിയിപ്പോ അവിടെ പൂക്കോട്ടുമാർത്ത് തുറവി ഉണ്ട് എന്ന് പറയുന്നത് അവിടെ ചെറിയ പരിപാടിയാണ്. അപ്പൊ ഉമ്മമാനെ ആരെയും ഇവിടുന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഓല് പോകുമ്പോ എല്ലാരും കൊണ്ടുപോകും. ഞമ്മക്ക് അങ്ങനെ ഒഴിച്ചു പോകണമെങ്കിൽ എന്റെ മാപ്പിള വേണം. ഓള് ഇപ്പൊ പറ്റൂല. പിന്നെ ഉമ്മാനെ ഞാൻ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകണം. അപ്പൊ ഉപ്പാന്റെ ആളില്ല. നിങ്ങൾ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം കേട്ടോ. പിന്നെ പീപ്പിൾസിലെ അവരെന്താ വിളിക്കാത്തത്? അവർ നോമ്പ് തുറ വിളിച്ചപ്പോ ഇവർ ഉണ്ടായിരുന്നല്ലോന്ന്. നമ്മള് ഓല് വിളിച്ചെങ്കിലും ഇല്ലെങ്കിൽ നമ്മളോട് തുറവി ഉണ്ടാക്കുകയാണെങ്കിൽ ഓല് വിളിച്ചു. ഇനി ഓല് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ചോറെങ്കിലും കൊണ്ടേ കൊടുക്കും. ഇപ്പൊ നോമ്പ് തുറവിക്ക് സിഫ്നാനോട് അങ്ങനെ ചെല്ലാൻ പറയുന്നതിൽ സിഫ്നാൻ അമ്മായി ഞാൻ അല്ല അമ്മായി അല്ല അമ്മായി പറഞ്ഞ ജാതി പോണ വൈക്കാണ് നിങ്ങൾക്ക് തന്നെ അറിയാക്കാണ് അളിയാക്കാന്റെ എന്റെ പോണ പെര കഴിഞ്ഞിട്ടാണ് തറവാട്ടത്ത് വരാം. അതിൽ അമ്മായി പറഞ്ഞ ജാതി ഓന്റെ ഉപ്പാന്റെ പേരിൽ കയറ്റിയിട്ട് നമുക്ക് പോകാം. അതിന് മോട്ടനൊക്കെ ഓള് വിളിച്ചിരുന്നത് എന്താ വരണം പറഞ്ഞൊക്കെയാണ്. നമുക്ക് പറയാനുള്ളത് അന്ന് തറവാട്ടിൽ നോമ്പ് തുറ കഴിഞ്ഞിട്ടില്ല. അത്രേ നമുക്ക് പറയാം. അവിടെ എന്തുണ്ടായാലും ഞങ്ങൾക്ക് പറഞ്ഞു ഒരു കേക്ക് കിട്ടിയാൽ അതിന്റെ പീസ് ഞങ്ങൾക്ക് എന്നെ വിളിച്ച് ഇപ്പൊ 5 ലക്ഷത്തിന്റെ കേക്ക് ഇതാക്കിയിട്ട് അമ്മായി 4-5 വട്ടം എന്നെ വിളിച്ച് തൊഴിലും നിർത്തിക്കണം. ആകെ ചെറിയ പീസാണെങ്കിലും അത് വാങ്ങിയിട്ട് അണിച്ചിട്ട് സമാധാനം തന്ന അമ്മായി. കേക്ക് കൊണ്ടുവരാൻ വരും ഇവിടെ കേടരും എന്നിട്ട് ഞാൻ നെയ്സറിന്ന് വിട്ടിട്ട് ആദൂന് പോയി കൊണ്ടുവന്നിട്ട് നോമ്പില്ല ടൈമിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന. പിന്നെ ഓലെ വിളിച്ചു. പിന്നെ നമ്മളെ വിളിച്ചു. നമ്മക്ക് അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാണുന്നവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട്. നമ്മളങ്ങനെ നമുക്ക് നല്ല പ്രശ്നമല്ലോ. ഉണ്ടെങ്കിൽ വിളിച്ചു ഇല്ലെങ്കിൽ വിളിച്ചണ്ട. അത് അങ്ങനത്തെ ഇതിലേക്ക് അല്ലാതെ കുയിന്ന് പോലും ഉണ്ടായിട്ടൊന്നല്ല. ഷംനി ഷിഫ്നി ഇവര് ഒരുമിച്ച് എന്നാ കൂടുക ഞങ്ങള് അറിയാന്. ഞങ്ങളൊക്കെ എന്താ പറയാ പാപ്പാന്റെ കുട്ടികള് ഞാനും ഓളും ഒരേ പ്രായം. ഒന്നുകൂടി തറവാട്ട് ഇന്നലെ പോയി. അപ്പൊ ഞാനും മറ്റേ ആപ്പാപ്പാന്റെ സന്നു ഞാനും ഓള് ഏകദേശം ഓള് ഇന്ത്യയിലാറ് 1 വയസ്സ് തായിയാണ്. മറ്റോള് അറിയുന്നത് ഇന്ത്യയിലാറ് 2-3-4 വയസ്സിന് തായിയാണ്. അപ്പൊ ഞങ്ങൾ ഇല്ല ടൈമില് ഞാനും ഓളൊക്കെ ഒരേ പ്രായമുള്ളവർക്ക് അറിയാം. ഞങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഈ തറവാട്ടിൽ നിന്ന് ഓലോ ഇറങ്ങിയാതെ ഞങ്ങൾ പല വീഡിയോയിലും വന്നിട്ടുണ്ട്. ആദ്യം ഓല എപ്പോഴും വരുവേനി. പിന്നെ അത് ആഴ്ചയിലായി, പിന്നെ അത് മാസത്തിലായി, പിന്നെ അത് കൊല്ലത്തിലായി, പിന്നെ ഓളെ കല്യാണത്തിനായി. എന്റെ കല്യാണത്തിന് പിന്നെ ഓൾക്ക് വരാൻ പറ്റിയിട്ടില്ല. കൊറോണയും കാര്യമൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ വരവ് ഇങ്ങനെ ഓരോ സാഹചര്യം കൂടും കൊല്ലങ്ങളായി അങ്ങനായി ഇങ്ങനെ. ഇപ്പൊ അടുത്താണ് അപ്പോഴും ഇപ്പോഴും ഓൾക്ക് വണ്ടിയും കാര്യമൊക്കെ ആയപ്പോ വരവ് തുടങ്ങിയത് കേട്ടോ. അല്ലാതെ ഞങ്ങള് തമ്മിൽ പ്രശ്നമില്ല. കാരണം അന്ന് ആ വീഡിയോ ഞങ്ങൾ പറയുന്നത് നോണിയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണാം. ഞാൻ ആ ക്ലിപ്പ് ആഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നത് നേരത്തെ.
പിന്നെ പീപ്പിൾസിലെ ആപ്പാപ്പയും പൂക്കോട്ടും പാടത്തിലെ ആപ്പാപ്പയും തമ്മിൽ തെറ്റാണ്. അവരെ ഒരുമിച്ച് കണ്ടിട്ട് ഉണ്ടല്ലോ ഒരു മനുഷ്യനോട് നമ്മളെന്തോ ചീത്ത തന്നാല് പിന്നെ നമ്മളെ ചിരിച്ചാട്ടിയ അത് ആരോടൊരു കുന്തം പോലും കാട്ടാത്ത ആപ്പാപ്പ അങ്ങനെ തന്നെ ആരോട് ഇന്നൊക്കെ ആപ്പാപ്പാക്ക് ജീവനേനി അല്ലേ. ഇപ്പോഴും ഓല് വന്നാ വിളിച്ചു. ചെറുപ്പത്തില് ആപ്പാപ്പ ഞാനിനി അടുത്ത തറവാട്ടത്തെ ഫസ്റ്റത്തെ കുട്ടി, ഞാൻ കഴിഞ്ഞിട്ടുള്ള ഇനി എല്ലാരും. ഞങ്ങൾക്ക് റിയാച്ച് നീ റിപ്ലൈ തരുന്നില്ല വിചാരിച്ചു. പിന്നെ നമ്മള് തരാന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അറിയില്ല അതെന്താ അവസ്ഥ. ആപ്പാപ്പ പിന്നെ അങ്ങോട്ട് വരാത്ത ആപ്പാപ്പ നാട്ടിലില്ല, 2-3 കൊല്ലം നമ്മളെ നാട്ടിൽ വരുള്ളൂ അങ്ങനെ. പിന്നെ ഷംന ഫാമിലിയെ നോമ്പ് തുറക്ക് വിളിച്ചില്ല, എല്ലാരും കൂടുമ്പോഴാണ് സന്തോഷം. അപ്പോഴേ നമുക്ക് തന്നെ പറയാനായിട്ടുള്ളൂ പൂക്കോട്ടുപാടക്കാര് വരുന്നുണ്ട്. കൂടിയ ചെലവ് വേണം, ആ ഒന്നാമത്. പിന്നെ അവിടെ രണ്ടാമതായിട്ട് നല്ലൊരു നോമ്പ് തുറവി നടത്തുന്നതിൽ നമ്മളുണ്ടാവും. അത് നോമ്പ് തുറവി അല്ലാത്തോണ്ടാണ് കേട്ടോ. ഓല് നോമ്പ് തുറന്നേക്കിന് അപ്പത്തിന് കുട്ടി കരയാണ് പറഞ്ഞ് ഓല് പോയി. അപ്പൊ ഒരു തുറവി ഓല് വെറുതെ വന്ന് പോകാക്കാലം. 2 ഫാമിലിയും തമ്മിൽ പിണക്കാണോന്ന്. നിങ്ങളെ അമ്മമാർക്ക് എത്ര മക്കളുണ്ട്? അമ്മമാർക്ക് നമ്മള് 3 കുട്ടികളാണുള്ളത്. പിന്നെ ഷംനയും കുടുംബവും ഇല്ലാതെയാണോ നോമ്പ് തുറ? അപ്പോൾ നമുക്കറിയില്ല നോമ്പ് തുറവല്ലേന്. നിങ്ങൾക്ക് ഈടടിച്ചിട്ടുണ്ടായി നമ്മള് പറഞ്ഞിട്ട്. ക്രൈസി ഫാമിലി ഇവര് എന്താ പ്രശ്നം? നോമ്പല്ലേ, മുണ്ടിക്കൂടെ സുഖമില്ലാത്ത ആപ്പാപ്പയെ കാണാൻ പോകുന്നില്ല ഇവരെന്ന്. അന്ന് അമ്മായിനോട് അമ്മായി ഉച്ചക്ക് വരെ അന്ന് ഇവിടുന്ന് പോയിട്ടുള്ളൂ. ഉച്ചക്കല്ല, തലേന്ന്. ഇവിടുത്തെ നോമ്പ് തുറ കഴിഞ്ഞിട്ടാണ് പിറ്റേന്ന് പോയത്. അപ്പം അമ്മായിനോട് ഓല് പറഞ്ഞു, അമ്മായി ഞങ്ങള് വന്നേര് ഇങ്ങോട്ട് കാണാനാണ് പറഞ്ഞപ്പോ അമ്മായി നിങ്ങൾ പോയി ഇവിടുത്തെ പണി എടുത്തങ്ങാണ്ട് ഇപ്പൊ അവിടെ എത്തിയിട്ടുള്ളൂ. പിറ്റേന്ന് അവിടെയും പണിയല്ലേ, ഓല് തർപ്പിച്ചണ്ടേ. അപ്പൊ പണിമ്പാടെ കഴിഞ്ഞപ്പോ അമ്മായി ആകെ കുഴങ്ങിക്കണേ. നിങ്ങള് പോകണേല് പോയാണ്ട് പോരിയാണ്. അപ്പൊ പിന്നെ ഒരു അന്തി അയക്കണ്, ഇതില് വന്നില്ല. ആ കുട്ടി കരയണിയാണ്. പിന്നെ ക്രൈസി ഫാമിലി വിളിച്ചില്ല, അവര് നിങ്ങളൊക്കെ വിളിച്ചതല്ലേ, അവരെ വിളിക്കാത്തതല്ലേ? ഇതിനൊക്കെ നമുക്ക് ഒരു മറുപടി ഉള്ളൂ, നമ്മള് തമ്മിൽ തെറ്റില്ല. കാരണം ഇത് കുറേ വന്ന കമന്റ് ആണ്, നിങ്ങൾ ആപ്പാപ്പി തമ്മിൽ തെറ്റാണ്, ഷംനക്ക് വലിയ അതാണല്ലോ. ശരിയാണ് തിന്നണത്. നല്ല ചേക്ക് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കൊണ്ടുപോയി എന്താ തല തല്ലിച്ച്, അല്ല ഞാൻ എന്താ കാട്ടുക? കാരണം ഇത് തെറ്റില്ല, നമുക്ക് ഇങ്ങോട്ട് ക്ലിയർ ആക്കി തന്നെ നമ്മളെ കടമ. എന്താണ് കുടുംബങ്ങളാകുമ്പോ ഒക്കെ അവിടെ ഇവിടെ അങ്ങനെ ഇതാവും. ആ ഒരു സാഹചര്യം അവിടെ അങ്ങനെ. ചെറിയാപ്പു വിളിച്ചിട്ടുണ്ട്, നമുക്ക് ചെറിയാപ്പൂനോട് വിളിച്ചു. ഹലോ ഒന്നുമില്ല. ഞങ്ങള് പൂക്കോട്ട് പടക്കാരും തെറ്റുണ്ടോ? ആരോട്? ഞങ്ങള് വീഡിയോ എടുക്കണം, അതിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങള് വിളിച്ചാലും നിങ്ങളും അറിയും. ഞങ്ങള് ഓലും തമ്മില് പടക്കത്തിലാണോ? ഇപ്പൊ ആപ്പാപ്പയും മുണ്ടലില്ലേ? ഞങ്ങൾ അതിന്റെ ഇടയിൽ നിങ്ങൾ വിളിച്ചാ നന്നായി. ഞങ്ങള് നോണ അറിയാത് പ്ലാൻ ചെയ്തിട്ടില്ല പുളിയല്ല കേട്ടോ. പറയാൻ നിങ്ങൾക്ക് പറയാല്ലേ? തെറ്റ് പാരൂല്ലല്ലോ, ആരുടെ തെറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോ നമ്മളറിയാതെ ഞങ്ങൾ അറിഞ്ഞാണ്ടുണ്ടോ? അല്ല ഞാൻ അറിഞ്ഞാണ്ടില്ല. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അപ്പൊ അങ്ങനത്തെ സംഭവം. ചെറിയാപ്പോ നിങ്ങള് പോലെ കാണല് കുറവല്ലേ, ഇപ്പഴല്ലേ കാണല് തുടങ്ങിയേ? ഞാൻ ഇപ്പൊ കാണൽ തുടങ്ങിയിട്ടുള്ളൂ. അതാ ആയിക്കോട്ടെ, ഞങ്ങൾ തീരെ കണ്ടിന്യൂ ആയിട്ട് പോയിച്ചോ. വണ്ടി എന്താ ഇതൊക്കെ കൊണ്ടുവന്ന് നോക്കാൻ. അപ്പൊ ഇതാണ് അതേമാതിരി ഞങ്ങള് പിന്നെ ഓല് തറവാട്ടിന്ന് ഞങ്ങൾ ഇറങ്ങണീന്റെ ആദ്യം ഓല് ഇറങ്ങിയിരിക്കണം. എത്രയോ കൊല്ലം മുന്നേ ഇറങ്ങിയിരിക്കണം. ഞാൻ 4, 3, 2 ക്ലാസ് പഠിച്ചും ഇറങ്ങിയിരിക്കണം. അപ്പൊ നമുക്ക് ഓലിയിലാറ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അനുവിനോട് മോണ്ടനോടൊക്കെ. പോക്ക് എന്തെങ്കിലും പൈസ ഒക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അനു ഉണ്ടടാ മോണ്ട ഉണ്ടടാ എന്നൊക്കെ അറിയാം നമ്മൾ ആരും ചോദിച്ചു. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോണ്ട ഒന്ന് പാഞ്ഞു വരുമോ, അനു ഒന്ന് അത് നമ്മക്ക് എന്താ അറിയാ, ഞങ്ങളൊപ്പം നിന്നത് പിന്നെ ഞങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടാവൂല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാക്കാരം. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഓലോട് പറയാ, ഓല് നമ്മളൊപ്പം നിൽക്കലുണ്ട്. അല്ലാതെ മറ്റോലോടായാലും നമുക്കല്ലേ നമ്മളെ അഭിനയിച്ച ശരിക്കും പറഞ്ഞോക്കെ എന്താ പറയല്. അപ്പൊ നമുക്ക് ഇത് വേണ്ടാന്ന് വിചാരിച്ചാല് ചെറിയപ്പോ എല്ലാരും പറഞ്ഞു നിങ്ങൾ മറുപടി കൊടുക്ക്, നിങ്ങളെ കുടുംബ പ്രശ്നം എന്താന്ന് പോലിക്കറിയില്ല. കമന്റ് കണ്ടോണ്ടാട്ടോ ഞങ്ങൾ വായിച്ചത് ഫുള്ള് വീഡിയോന്റെ ചോട്ടില് ഫുള്ള് കമന്റ്, അത്രയും കമന്റ് നമുക്ക് ആ വീഡിയോയിലുണ്ട്. പിന്നെ അനു അതിന് റിപ്ലൈ കൊടുത്തേക്കണം കേട്ടോ. ഇനി നമ്മളതിൽ പറ്റുകയാണെങ്കിൽ ഉമ്മമാന്റെ അമ്മായിന്റെ ക്ലിപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് ഞങ്ങൾ ഇത് അപ്ലോഡ് ആക്കുള്ളൂ. പറ്റണെങ്കിൽ അവിടെ പെയിന്റടിയും കാര്യമൊക്കെയാണ് ഇത് അപ്ലോഡ് ഇടാന്ന് അറിയില്ല. അവർക്ക് പറ്റുകയാണെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ തറവാട്ടിൽ വന്നിട്ട് മോണ്ടനെയും കൊണ്ട് എല്ലാരും കൊണ്ട് പറയിപ്പിച്ചാന്ന്. എന്താ മോണ്ട പറയല്ലേ? എനിക്ക് ആ രണ്ടാപ്പാപ്പാരെ നന്നാക്കി കൂടെ? അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കാലം ഞങ്ങളിപ്പോ നടന്നിട്ട് ഞങ്ങള് വിളിച്ചാതെ പോലെ ഒറ്റക്ക് നോമ്പുറന്ന എന്ത് ചെയ്യാനാ ഗൈസ്? ഇവര് പണ്ടേ ഇങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യാനാ? അങ്ങനൊന്നും അല്ല കേട്ടോ ഗൈസ്. കാരണം ഇവര് അറിഞ്ഞിട്ടില്ല ഓല് വന്നത്. കാരണം ഓല് അത്രയും ലോങ്ങിന്ന് വരുന്നതല്ലേ. അമ്മായി വിളിച്ചു പറഞ്ഞു പൂക്കോട്ട് പടക്കാര് വരുന്നുണ്ട്. അമ്മായിയെ ഞങ്ങൾ നാട് വരട്ടെ, ഞങ്ങൾ ഇന്നെങ്ങടെയും പോകണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അറിയില്ല, ഞാൻ മോണ്ടനോടൊക്കെ ചോദിച്ചോക്കട്ടെ. അതിൽ ഓല് നിന്നപ്പോ ഞാൻ ചോദിച്ചു, മക്കളെ എന്നെങ്ങടെയും പോകണ്ട, നമുക്ക് തുറവി എന്തേണ്ടോ, പൂക്കുടുംബക്കാര് വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഇല്ലമ്മ ഇങ്ങോട്ടും ഇല്ലാന്ന്, എന്നാ വരാൻ പറഞ്ഞാന്ന്. അപ്പൊ ഒരു നിങ്ങൾ പോന്നോളിയാന്ന് അങ്ങനെ ഓല് വന്നതാണ്. ഇവിടെ തുറവി അന്ന് അല്ല, ഓല് വന്നപ്പോ നമ്മള് തുറന്നു. നിങ്ങള് ഞങ്ങൾ ഒഴിവാക്കിയതാണോ? ഇവിടെ തന്നെ എപ്പോഴാ തുറക്കാൻ ഉണ്ടാക്കണേ? നമ്മള് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഇവലെ വിളിക്കാണ്. അത് നമ്മള് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചത്. തുറവിയൊന്നല്ല, അതെല്ലാരും ഇവിടെ ഉണ്ടായപ്പോ വെറുതെ എന്തേലും ഉണ്ടാക്കണല്ലോ. ഇനി എന്തേലും പറയാണ്ടോ? അതന്നെ, ഞമ്മള് തമ്മിൽ ഒരു തെറ്റുമില്ല. ഓലെ ഏട്ടനും അനുസരിച്ചും പുളിയും പറച്ചലും ഒക്കെ ഉണ്ട്. മോണ്ടനോടൊക്കെയാണ് നന്നാക്കാൻ പറയുന്നത് പുണ്യ റമദാൻ മാസത്തിൽ. അതന്നെ, ഇപ്പൊ ഞമ്മക്ക് അറിയില്ലേ ഇത് ആവശ്യമുള്ളൂ. പ്രശ്നമൊന്നുമില്ല. ഇന്നോടൊക്കെയാണ് പരിഹരിച്ചാൻ പറയുന്നത്. ഞാൻ എന്താ കേട്ടാനാ ഇപ്പൊ പരിഹരിച്ചാൻ പറ്റിയൊരു പ്രശ്നം ഇപ്പൊ അത് ഓല് തമ്മിലില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇമ്മമാനോട് ചോദിച്ചേക്കാം, ഞങ്ങൾ പോലും തെറ്റിലാണ് അമ്മമ്മ. ഞാൻ അറിയാണിച്ച് 3 മക്കളുണ്ട്. ഈ 3 മക്കളും 8 പേരക്കുട്ടികളും ഉണ്ട്. ഒരു ആർക്കും എത്തിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങള് അന്ന് നോമ്പ് തുറവിയായി അന്ന് ഇവിടെ ഓർമ്മയില്ല മക്കളെ. ഒരു ഇതെങ്കിൽ നേരം വിളിച്ചു, ഇതിൽ നേരം കഴിഞ്ഞിരിക്കണ്. അമ്മായിയെ ഞങ്ങളോട് വരട്ടെ, നിങ്ങൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഓള് വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ കുട്ടികളോട് ചോദിച്ചു നോക്കുകയാണ്. ഞാൻ ഇവിടെ കിടക്കുകയാണ്. അതിൽ കുട്ടികളെ പോലെ വിളിച്ച് ചോദിച്ചാൽ എവിടേക്കും പോകുന്ന മക്കളെന്ന് ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞു. എന്നാൽ ഓല് ഇങ്ങനെ പറഞ്ഞിരിക്കണം, എന്നാൽ വരാൻ പറഞ്ഞല്ലേ പറഞ്ഞു. 4 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൂട്ടാൻ വെക്കാനൊക്കെ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ മുൻകൂട്ടി ഞങ്ങൾ ഒഴിവാക്കിയത് നിങ്ങള് ആക്കിയാണ് പറയണേ. ആദ്യമാണ് കുട്ടികൾക്ക്. ഞാനല്ല, ശബനക്ക് വലിയ നാക്കാണല്ലോ. എളാപ്പാനും ആപ്പാപ്പാനും എനിക്കൊന്ന് നന്നാക്കി കൂടെന്ന്. നന്നായി. ഞാനങ്ങനെ നന്നാക്കാരാ? പൊന്നാര മക്കളെ, ഞങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ തമ്മിൽ തെറ്റും എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ആരായിട്ടും ഒരു പ്രശ്നം നാട്ടുകാരായിട്ടും. പിന്നെ അനങ്ങിയാ പാഞ്ഞു വരുന്നത് ഞങ്ങൾ ഇങ്ങോട്ടാണ്. അഭിനങ്ങളും വാപ്പാൻ്റെ എടുക്കാൻ പോകും. അല്ലേ, അതൊക്കെയാണ് ഓല് പറയണത്. അങ്ങോട്ട് പോണില്ല പറഞ്ഞാല്. നമ്മളെ പെരിയത്തെ അവസ്ഥ ഇപ്പൊ നമ്മക്കല്ലേ അറിയുള്ളൂ. ഓല് 2-3 പെണ്ണുങ്ങൾ വരും. ഓലെന്തേലും പരിപാടി ഉണ്ടെങ്കിലോ ആരേലും കല്യാണം ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അല്ലേ ഓല് വരിക. അപ്പൊ നമ്മള് തമ്മില് കുടുംബത്തിൽ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല, ഇന്ന് വരെയല്ല. കാര്യം അറിയാൻ പറ്റൂല. ഞാൻ പോയിട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അല്ലേ കഴിഞ്ഞോ? കമന്റാള് ഓലതില് ഒന്നേ അറിയണ്ടുള്ളൂ എന്താ പ്രശ്നം. തമ്മില് തെറ്റാണ്, ഓല് നന്നാക്കി കൂടെ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് ഇല്ലത്. പിന്നെന്താ, ഇതൊക്കെ തന്നെ ഉള്ളു. ചെറിയ അപ്പാപ്പാക്ക് 2 പെൺകുട്ടികളുണ്ട്, കുട്ടിയുള്ള അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്താ പറയാ നിങ്ങളെ ഡൗട്ടാണ്. അപ്പൊ തെറ്റും കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.